നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 2 മാച്ചിന് ഇടയ്ക്കും ഒരു ബ്രേക്ക്. ചാറിനൊക്കെ എടുത്ത് എല്ലാം താളം ഇട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ആൾക്കാരനകത്ത് വരരുതെന്ന്. കാരണം ആൾക്കാർ അകത്ത് വന്ന് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലത്തെ സ്ഥലത്തിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യണത് വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം സർ. സ്വർണത്തിന്റെ വില ഇന്നും വില്ലും എന്ന് സാറും പറയുന്നു. യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ഏത് സൈഡ് തിരിഞ്ഞാലും ഇതിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വാങ്ങണ്ട എന്നാണ് കഥ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തോളം വില്ലും എന്നതിനെയും സാർ പറയൂ. അത് അങ്ങനെ പറയാൻ പറ്റില്ല. എത്രയും തോളം ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റുമോ അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. 2 പ്രാവശ്യം കയറ്റുവാണെങ്കിൽ $3,600 വരയ്ക്കും ചെല്ലും. പക്ഷേ $600 എന്ന് പറയുമ്പോൾ ഒരു 10-15% ഇപ്പം ഇരിക്കുന്നതിൽ. ഇവിടെ നമുക്ക് അതേ 10-15% ഇവിടെ വിലൂല. എന്തെന്ന് വെച്ചാൽ രൂപ അതിപാതാളത്തിൽ ചെല്ലും. ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ കയ്യിൽ US ട്രഷറി ഓൾ ടൈം ലോയുടെ അടുത്ത് വന്നിരിക്കുന്നു. 91 അടുത്ത് വന്ന ലോയുടെ അടുത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇത് കാരണം കമ്പ്യൂട്ടർ എഞ്ചിനീയറും വിൽക്കുന്നത് കുറയും. കടൻ വാങ്ങിയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പിന്നെ പ്രഷറിൽ വരും. നിങ്ങളിവിടെ 15% വിടുന്നു, രൂപയും 15% വീഴും എന്ന് വെച്ചോ, ഒരു മാറ്റവുമില്ല. ഡോളറിൽ 15% വീഴും. പക്ഷെ രൂപയിൽ എത്രയും ദൂരം വീഴുമെന്നും നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ആക്ച്വലായിട്ട് നമ്മൾ 12,500 ഉടച്ചിരിക്കണം. ജി കാരണം ഒരു 1000 ഗിഫ്റ്റ് ചെക്ക് കിട്ടിയായിരുന്നു. ഇന്നും ജി മേ ബി ഗിഫ്റ്റ് ചെക്ക് കൊടുക്കാം. ഇതുപോലെ പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇതുപോലെ നമ്മൾ പറഞ്ഞ ഈ ഗോൾഡ് മോണിറ്ററൈസേഷനെ കുറിച്ച് സംസാരിക്കാം. ഇന്നും മണപ്പുറം വന്നിട്ട് ഇന്നും ഗുഡ് ടൈം ടു കൺസിഡർ എന്ന് വിചാരിക്കുന്ന ഞാൻ 32 രൂപയിൽ കണ്ടവനാണ്. അവസാനം തൊട്ടത് അതിന് 120 രൂപയ്ക്കാണ്. 300 രൂപയ്ക്ക് ചോദിച്ചെങ്കിൽ അത് മനസ്സാറൂല. അതാണ് ഞാൻ നോക്കുന്നത് വിട്ടു. നല്ല കമ്പനിയാണ്. അതായത് മുത്തൂട്ടിനും മണപ്പുറത്തിനും എന്താണ് ഡിഫറൻസ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നത് സാർ. മുത്തൂട്ട് ഇസ് എ മച്ച് ലാർജർ കമ്പനി, മച്ച് ബിഗ്ഗർ കമ്പനി. അതായത് മുത്തൂട്ട് എന്തെന്ന് വെച്ചാൽ ആദ്യം ഞാൻ കുറച്ച് കൺസിഡർ ചെയ്തില്ലായിരുന്നു. ഞാൻ ചെയ്തില്ല. അതായത് മൈനർ പ്രസൻസിലാണ് ഇരുന്നത്. ഇറങ്ങുന്ന സമയം അതിൽ വാല്യൂ ഇരിക്കുന്നു. ഞാൻ അതിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എന്ത് സിഗ്നൽ ചെയ്തിരിക്കുന്നതെന്നാൽ, അതായത് മുരളിപ്പായ തൂക്കിയതിൽ ഒരു ഗോൾഡ് ലോണിൻ്റെ പിറകും സ്മോൾ കൺസ്യൂമർ ലോണിൻ്റെ പിറകു പോകും എന്ന് പറയുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്ട്രാറ്റജിയും വന്ന് സെയിം മുത്തൂട്ട് മണപ്പുറം സ്ട്രാറ്റജി പോലെ തന്നെ ഇരിക്കും. മുരളീധർ ഭായ്, നിങ്ങളെ പൊടുത്ത മട്ടിൽ എങ്ങനെയാണ് സർ? KVC മണിയൻ ഞാൻ വന്നിട്ട് ഈ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഫാനല്ല. അവർ കനറ ബാങ്കിലാണ് ഇരുന്നത്. കനറ ബാങ്കിനെ വിട്ടുകൊണ്ട് ഒരാൾ വരുന്നു എന്നാൽ ഈ മസ്റ്റ് ബി ബെറ്റിംഗ് സംതിങ്. നോർമലാ ചീഫ് ജനറൽ മാനേജർ ആയിരിക്കുമ്പോൾ 55-56 വയസ്സിരിക്കും. 4 വർഷം ബെഞ്ച് തെച്ച് പെൻഷൻ വാങ്ങണം എന്ന ഒരു രീതിക്കാണ് ഇരിക്കും. ഞാൻ കണ്ട ജനറൽ മാനേജേഴ്സൊക്കെ എങ്ങനെ ലോണേ കൊടുക്കാതെ കേസിലും അകപ്പെടാതെ ബെഞ്ചിന് തേച്ചുകൊണ്ട് വെളിയിൽ വരാം എന്ന ഐഡിയയിൽ തന്നെ ഉണ്ടായിരിക്കും. ഇവർ ധൈര്യമായിട്ട് റിസ്ക് എടുത്ത് പ്രൈവറ്റ് ബാങ്കിലോട്ട് വന്നിരിക്കുന്നു. അയാളെ മെന്റാലിറ്റി എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 3 വർഷത്തിന് അപ്രൂവൽ കൊടുത്ത RBI എന്താണെങ്കിലും കൊടുക്കും ബോസ്. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ 2 സിനിമ എടുത്ത് അങ്ങനെ കൊടുക്കും. ബട്ട് പ്രൈവറ്റിൽ അവർ എങ്ങനെയാണ് ഫങ്ഷൻ ആകുന്നു, യൂണിയനെ ഗാലിയാക്കുന്നത് എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ കാര്യം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇരിക്കുന്ന പ്രോബ്ലം യൂണിയനാണ്. യൂണിയനെ ഗാലി ചെയ്യുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. പ്രിയാർ ശേഷാദ്രി എവിടെ പോകുന്നു സർ? അങ്ങനെ ഇരിക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ ഇവരെ ബെറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യാമോ സർ? അതിന് തക്ക സമയത്തിലാണ് അത് പറയണം. ഈ 10% ഒരു പ്രാവശ്യം ക്രാക്ക് ആയല്ലേ, അതൊക്കെ ഒന്ന് വലിയൊരു ഫ്ലിപ്പാണ്. ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. 5 രൂപ 10% എന്ന് പറയുമ്പോൾ 3 രൂപ 4 രൂപ ഇറങ്ങിയിരിക്കും. അത് പ്രസന്റ് തന്നെ അതന്നെ നോക്കണം. നിനക്ക് വേണ്ടി 50% നിങ്ങൾ അങ്ങനല്ലേ സർ പറയുന്നു? എന്നാ ഒരു 50% വിടട്ട്, പിന്നെ നോക്കാനും പറയുമല്ലേ സർ? ഇത് വന്നിട്ട് എന്തെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ കമ്പനി AI, ഇത് ബാങ്കിങ് കമ്പനിയാണ്. അൺലെസ് ഒരു വലിയ NPA പ്രോബ്ലം വരില്ലെങ്കിൽ വരില്ല. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം, സോഫ്റ്റ്വെയർ കമ്പനീസ് വിളുവാണെങ്കിൽ ഒരു 40-50% വിഴുവാണെങ്കിൽ നോക്കാം. വന്നിട്ട് ബാങ്കിങ് കമ്പനീസ് വന്നിട്ട് ഒരു 5% അല്ലെങ്കിൽ 10% വിളുവാണെങ്കിൽ അത് അതെ, അങ്ങനത്തെ HDFC ബാങ്ക് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസം വിടുന്നു. അപ്പൊ അതിനെ നിങ്ങൾ നോക്കണം. അടുത്തത് വന്നിട്ട് ഒരു 3 സ്റ്റോക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണെങ്കിൽ ഓവർ നെക്സ്റ്റ് 10 years സാർ എന്ത് പറയും? ITC, റെഡ്ഡി, നാറ്റ്കോ. ITC, റെഡ്ഡി, നാറ്റ്കോ. ITC വിളുന്നോണ്ടേ ഇരിക്കുന്നു സർ. 10 years എന്ത് നടക്കുമെന്നാണ് വിചാരിക്കുന്നത്? നീ ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്ത് വിചാരിക്കുന്നു. ITC, റെഡ്ഡി, നാറ്റ്കോ. അത് നിങ്ങൾ കാരണമേ ഇല്ലാതെയാ സാർ നിങ്ങൾ ബെറ്റ് കിട്ടും. ഏതെങ്കിലും ഒരു കാരണം ഇരിക്കുമല്ലേ സാർ? ഇത് വന്നിട്ട് ഇന്ത്യസ് ലാർജസ്റ്റ് ഫുഡ് കമ്പനി ആയിരിക്കുന്നു. പോലെ വലുതായ സാർ? നെസ്ലെ മാതിരി ആയിരിക്കുന്നു. നെസ്ലെ പോലെയാ? നെസ്ലെ പോലെ മാറാൻ ചാൻസസ് ഉണ്ട്. ഡെഫിനറ്റ് ആവും. സിഗരറ്റിനെ ഡിറ്റാച്ച് ചെയ്യുമോ എന്നത് എനിക്കറിയില്ല. അടുത്ത് എന്ത് പറഞ്ഞു? ഡോക്ടർ റെഡ്ഡി. അവർ തന്നെ ജനറിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ഇന്ത്യയിൽ നിന്ന്. അവർ സെമി ഗ്ലൂട്ടൈഡിൽ വന്ന് API വോൾട്ടിക് ദിത്തിപ്പില്ല. അഡിക്റ്ററി പ്രോബ്ലം ഇരിക്കാൻ തന്നെ ചെയ്യും.
അതെന്നെങ്ങനെ ഇതൊക്കെ കൺസിഡറിങ് ഓപ്പർച്യൂണിറ്റി എപ്പോൾ വരും? ഓക്കെ. ഇതെല്ലാം കൺസിഡറിങ് ഓപ്പർച്യൂണിറ്റി. അടുത്തത് നാറ്റ്കോ സാർ. നാറ്റ്കോയെ കുറിച്ച് കറഞ്ഞത് വന്നിട്ട് മൂക്കിലിരുന്ന് കണ്ണീര് വരണം അത്രയും കറഞ്ഞിട്ടുണ്ട് സാർ. അതന്നെ നിങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറഞ്ഞില്ലേ? സ്മാപനത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇപ്പൊ നാറ്റ്കോ വന്നിട്ട് 1,400 crores അകത്തിടാൻ പോകുന്നു. ഇല്ലെന്ന് ഒരു അഗ്രോ കമ്പനി തനിയാ വരുമ്പോൾ പല കാര്യങ്ങൾ നടക്കും. സ്റ്റാർട്ടപ്പ് കമ്പനി തന്നെ കൺസിഡർ ചെയ്യാം. ഇത് 3 നെക്സ്റ്റ് 10 ഇയർക്കായുള്ള ബെറ്റ് അല്ലേ? ചോദിച്ച 3 സ്റ്റോക്ക് എനിക്ക് ഇന്ന് തോന്നിയത് ഇത് 3 തന്നെ. സാർ അടുത്ത് വന്നിട്ട് SBI മ്യൂച്വൽ ഫണ്ട് മാനേജ്മെന്റ് വന്നിട്ട് IPO വരുന്നു. എനിക്ക് മ്യൂച്വൽ ഫണ്ട് എനിക്ക് പറ്റൂല. അസറ്റ് മാനേജ്മെന്റ് കയ്യിലാണ് ഇരിക്കുന്നത്. അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് എന്തിനാണ് കാശ്? നിറയെ കാശ് ഉണ്ടാക്കി നിങ്ങളുടെ തലയിൽ മിളക് അരയ്ക്കാൻ വേണ്ടി വിൽക്കുന്നു. അപ്പോ ഓക്കെ ഡൈസ് കൂടെ ഉരുട്ടണ്ട അല്ലേ? എനിക്കതൊന്നും അറിയത്തില്ല. അതൊക്കെ വേണ്ട. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു സാർ 26 ഷെയർ ലോട്ട് എന്നൊക്കെ പറയുന്നു. അതെല്ലാം നിങ്ങളെ ഇഷ്ടം. അവർക്ക് ക്യാപിറ്റൽ ആവശ്യമില്ല. നിങ്ങൾ പൈസക്കാരുടെ പോലെ ഒരു ഹൈ വാല്യൂ കൊടുക്കുന്നു. പക്ഷെ ഓഫ്ലോഡ് ചെയ്ത് കാശ് എടുക്കാമേ എന്ന് നോക്കുന്നു. ഓക്കെ സാർ അടുത്തത് ജപ്പാൻ ഗവൺമെന്റ് പെൻഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാ വന്ന് അവിടെ തന്നെ ചെയ്താൽ മതി, വെളിയിൽ ചെയ്യേണ്ട ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കാരണം അതാണ് വേൾഡ്സ് ലാർജസ്റ്റ് പെൻഷൻ ഫണ്ട്. അവിടെ വന്നിട്ട് 3/4 അസറ്റ് വെളിയിലാണ് ഇരിക്കുന്നത്. ആ അസറ്റിനകത്ത് കൊണ്ടുവന്ന് ഗവൺമെന്റ് ബോണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തെന്ന് വെച്ചാൽ ഈൽഡ് ഫാസ്റ്റാ കയറി ആ ഈൽഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ ഇത് കാരണം ജാപ്പനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എന്ത് പ്ലസ് ഇരിക്കുന്നത് സാർ? ഇത് പ്ലസ് എന്ന് കുറച്ച് സ്റ്റേബിൾ ആവും. ഇത്രയും തന്നെ, വേറെ ഒന്നുമല്ല. ഓക്കെ. ഓൾഡ് ETF-ന്റെ നെറ്റ് ഔട്ട്ഫ്ലോ $4.5 billion. യെസ് സർ. വെളിനാടുകളിൽ ഇന്ത്യയിൽ മട്ടുമല്ല വെളി സ്ഥലങ്ങളിൽ ഫുള്ളാ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റാൻ പോകുന്നു. ഗോൾഡിനെ വിറ്റ് ഡോളർ വാങ്ങുന്നു ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റാൻ പോകുന്നു. സോ ഗോൾഡിനെ വിറ്റ് ഡോളർ വാങ്ങി ബോണ്ടിൽ തൂക്കിയിടും. അല്ലേ? എന്തെങ്കിലും ഫിക്സ്ഡ് അസറ്റ്, അതായത് ഫിക്സ്ഡ് ആയിട്ട് ഇൻകം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അസറ്റിൽ ഇടും. അത് തന്നെ കാരണമാണ് സാർ. ഈൽഡ് കയറുമില്ല. 4% നമ്മൾ 5% വരും. അതിലിടും. ഗോൾഡ് റിട്ടേൺ വരൂല. ഓൾ ഇൻ ദ പ്ലേസ് അപ്പൊ ഇന്നും വിടും. അതിനൊക്കെ പറഞ്ഞല്ലേ വിടും. ഇത് ഒരു കാരണമായിട്ട് എടുക്കാം. 6 മാസത്തിൽ വിടും. 6 മാസം നോക്കാം. 6 മാസം ഗോൾഡ് വാങ്ങണമെന്ന് വിചാരിക്കുന്നവർ എങ്ങനെ വാങ്ങാം സാർ? കുറച്ച് തന്നെ വാങ്ങണം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു 10 പവൻ എടുക്കണമെന്ന് വിചാരിക്കുന്നത് സാർ. ഒരു വാരത്തിന് 1/2 ഗ്രാം 1 ഗ്രാം എന്ന് വാങ്ങ്. ഇറങ്ങുന്നതോളം നിങ്ങൾ കയറ്റുകൊണ്ടേ പോവും. 10 പവൻ സ്വർണ്ണമായിട്ട് വാങ്ങുമെന്ന ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാർ. അങ്ങനെന്ന് വെച്ചാൽ കോയിന എടുക്കാനല്ലേ, പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനല്ലേ. കോയിന വാങ്ങി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആ 2% സ്റ്റാമ്പിങ് പിന്നെ ഗോൾഡാ വെച്ച് നോക്കുമ്പോൾ വിറ്റ് 2-3% നിൽക്കുമോ സാർ? വന്ന് വില്ലാതെ ഇരുന്ന ബിത്തേറ്റ് 2-3% നിൽക്കേണ്ട ചാൻസ് ഉണ്ട്. ചാൻസ് ഇരിക്കുന്നത്. ഓക്കെ സാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.